നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലത് കനാൽ പുനരുദ്ധാരണ അഴിമതി കേസ് പ്രതികൾ കുറ്റക്കാരെന്ന് തൃശൂർ വിജിലൻസ് കോടതി. 51 പ്രതികൾ പ്രതിപട്ടികയിൽ. 3 വർഷം തടവും 6 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. ഒരു പ്രതിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മരണമടഞ്ഞത് 6 പേർ. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര മുന്നേറ്റം അക്ഷര കേരളത്തെ രാജ്യത്തിന് മുന്നിൽ മാതൃകാ സംസ്ഥാനമാക്കിയതായി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് സംസ്ഥാനത്തെ 80,000 അധ്യാപകർക്ക് സാങ്കേതിക പരിശീലനം നൽകിയതായും മന്ത്രി. വിദ്യാർത്ഥികളുടെ നവീനാശയങ്ങൾ വ്യവസായ മേഖലകൾക്കു കൂടി സഹായകരമാകുന്ന രീതിയിൽ ക്രമീകരിക്കുമെന്നും പ്രഖ്യാപനം. വിവാദ കൊടുമുടിയേറിയ സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വീണ്ടും രംഗത്ത്. പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രിയുടെ ആവശ്യം. സംസ്ഥാനത്തിന്റെ റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ഏറെ പരിമിതമാണെന്നും ബാലഗോപാൽ. സംസ്ഥാനത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് നൽകണമെന്നും ആവശ്യം. കുന്നംകുളത്ത് നടക്കുന്ന ഇന്റർപോളി കലോത്സവം സംഘർഷപൂരിതം. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് നിരന്തരം. കുന്നംകുളം ടൗൺ ഹാളിലേക്ക് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികളെ തടയാൻ പോലീസ് ശ്രമിച്ചത് ശനിയാഴ്ചയിലെ സംഘർഷ കാരണം. നേരത്തെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് കഴിഞ്ഞ രാത്രി. പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പിന് സമീപം ഭീമൻ മാവിൻ കൊമ്പ് പൊട്ടിവീണ് അപകടം. വിദ്യാർത്ഥിക്ക് പരിക്ക്. പാർലിക്കാട് സ്വദേശി 15-കാരൻ ആദിലിനെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പൊട്ടിവീണത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മാവിന്റെ ശിഖിരം. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി അഗ്നിശമന സേനാ യൂണിറ്റും നാട്ടുകാരും. സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവുകൾ പ്രകാരം തെരുവു നായ്ക്കളുടെ സമ്പൂർണ്ണ സംരക്ഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കൈപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി. പുനരധിവാസ ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ പരാജയം. വടക്കാഞ്ചേരി നഗരസഭയിലെ പട്ടാണിക്കാടിലെ പുനരധിവാസ കേന്ദ്രം മാറ്റി സ്ഥാപിക്കണമെന്ന നഗരസഭയുടെ ആവശ്യം സമ്പൂർണമായി തള്ളി വഫ. നഗരസഭ അനുമതി നൽകണമെന്നും ആവശ്യം. സംഘടന നിയമ പോരാട്ടത്തിലേക്ക്. പട്ടാണിക്കാടിലെ നായ സംരക്ഷണ കേന്ദ്രം പ്രകൃതി സന്തുലനാവസ്ഥയെ തകർക്കുമെന്ന് പരിസ്ഥിതി സംഘടന ജനനി. 6 മാസക്കാലമായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വടക്കാഞ്ചേരി അകമലയിലെ വെറ്ററിനറി ക്ലിനിക്ക് വീണ്ടും തുറക്കുന്നു. ഡോക്ടറെ നിയമിച്ച് വനം വകുപ്പ്. ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ തീരുമാനം. അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ തുറക്കുമെന്ന മന്ത്രിതല ധാരണ ഇപ്പോഴും ഫ്രീസറിൽ തന്നെ. തോളൂർ പഞ്ചായത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് കരുതലിന്റെ കരുത്തുമായി ഭരണസമിതി. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സഹായ ഉപകരണ വിതരണം നടന്നു. 3 ലക്ഷം രൂപയുടെ ജനകീയ പദ്ധതി
ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. അവളൂരിൽ യോഗാ പ്രദർശനത്തിന്റെ മികവാർന്ന നൃത്താവിഷ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പിൽ ജനകീയാരവത്തിൽ യോഗാദിന പരിപാടി. പുതിയ യോഗ ക്ലബ്ബുകൾക്ക് രൂപം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷ ഉദ്ഘാടക. കാർഷിക നന്മയുടെ ഹരിതാപക്കുടയുമായി സഹകരണ രംഗത്തെ മികവിന്റെ കൂട്ടുകാർ. അത്താണി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല ചന്തയിൽ വൻ ജനപ്രാതിനിധ്യം. പ്രദർശന വിപണനമേള ഞായറാഴ്ച സമാപിക്കും. തിരുവാതിര ഞാറ്റുവേലയുടെ തിരുവരങ്ങിൽ അത്താണി. ഞായറാഴ്ച തിരുവാതിരക്കളി മത്സരം നടക്കും. സംസ്ഥാനത്ത് വീണ്ടും പെരുമഴക്കാലം. മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും മിന്നലിനും സാധ്യത. അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ.